വാക്യം നമുക്കറിയാം, സംഭവം നമുക്കറിയാം, പശ്ചാത്തലം നമുക്കറിയാം, എപ്പോഴാണ് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. സ്തോത്രം. വാക്യം എങ്ങനെയാണ് വായിച്ചത്? നിന്റെ സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. സ്തോത്രം. എത്രയോ പ്രാവശ്യം ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഈ കനാന്യ സ്ത്രീയെക്കുറിച്ച്, അവളുടെ വിശ്വാസത്തെക്കുറിച്ച്, അവളുടെ വിഷയത്തെക്കുറിച്ച് നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ട്. ചിലരെക്കുറിച്ച് അങ്ങനെയാണ്, പ്രസംഗിച്ചാലും തീരെയല്ല. 2000 കൊല്ലമായിട്ട് ഈ സ്ത്രീയെക്കുറിച്ച് ക്രൈസ്തവ സഭകളിൽ, കൺവെൻഷൻ വേദികളിൽ, ഉണർവ് യോഗങ്ങളിലൊക്കെ പ്രസംഗിക്കുകയാണ് പല സന്ദർഭങ്ങളിൽ. ഇന്ന് തന്നെ എത്ര സഭായോഗത്തിൽ ഈ സ്ത്രീയെക്കുറിച്ച് പ്രസംഗിക്കുന്നുണ്ടായിരിക്കും ആർക്കറിയാം. സ്തോത്രം. പ്രസംഗിക്കുകയാണ്. പ്രസംഗിച്ചാലും തീരാത്ത ഒരു ജീവിതത്തിൻ്റെ ഉടമയായി മാറി ഈ സ്ത്രീ. ഒരു കാലത്ത് കരഞ്ഞുകൊണ്ട് വഴി നീളം നടന്നവളാണ്. ഒരു കാലത്ത് നിന്ദിക്കപ്പെട്ട് ഭാരപ്പെട്ട് ഉത്തരം മുട്ടി നിന്നവളാണ്. വന്നത് പ്രയോജനപ്പെട്ടില്ല എന്നോർത്ത് മനസ്സ് തകർന്ന് നിന്നവളാണ്. യേശു ആ പറഞ്ഞ വാക്കിൻ്റെയൊക്കെ വെളിച്ചത്തിൽ അപ്പുറം നിന്നുകൊണ്ട് സാത്താൻ നീ അല്ലാതെ ഇവൻ്റെയൊക്കെ പുറകെ പോവോ എന്ന് ചോദിച്ചു കാണും, ഇല്ലേ? മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കത്തില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പുറം നിന്നുകൊണ്ട് സാത്താൻ ഈ സ്ത്രീയോട് ചോദിച്ചു കാണും, സ്തോത്രം, നിനക്ക് വേറെ പണിയില്ലേ എന്ന്. ഇതൊക്കെ സഹിച്ചവളാണ്. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ ഇവളെക്കുറിച്ച് നൂറ്റാണ്ടുകൾ പറഞ്ഞാലും തീരാത്തതായി. ഇന്ന് ഞാനിത് വാക്യത്തിലേക്ക് കയറുന്നതിനേക്കാൾ മുമ്പ് പറയാം. വേദപുസ്തകത്തിൽ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇയ്യോബിനെക്കുറിച്ച് പ്രസംഗിച്ചാൽ തീരുമോ? ദാവീദിനെക്കുറിച്ച് പ്രസംഗിച്ചാൽ തീരുമോ? ഏലിയാവിനെക്കുറിച്ച് പ്രസംഗിച്ചാൽ തീരുമോ? സ്തോത്രം. നമ്മുടെ കർത്താവിനെക്കുറിച്ച് പ്രസംഗിച്ചാൽ തീരുമോ? എന്താ കാര്യം? ഇവരെക്കുറിച്ചൊക്കെ, എസ്തേറിനെക്കുറിച്ച്, രൂത്തിനെക്കുറിച്ചൊക്കെ പറഞ്ഞാലും തീരുകയല്ല. സ്തോത്രം. തീരാത്തതിൻ്റെ കാരണം ഇവരൊരു കാലഘട്ടത്തിൽ കരഞ്ഞും നിലവിളിച്ചും തകർന്നും ആരുമില്ലാതെ ഒറ്റപ്പെട്ടു നിന്നവരാണ്. അവരിൽ ദൈവപ്രവൃത്തി നടന്നു. സ്തോത്രം. ഒന്നോടെ ഞാൻ ആ വാക്കെടുത്ത് പറയാം. ഇവരിന്ന് നമ്മുടെ പുൾപിറ്റിലൊരു വിഷയമായി വരാൻ കാരണം ഇവർ കഷ്ടപ്പെട്ടതല്ല, ഇവർ വഴിനീളെ കരഞ്ഞതല്ല, ഇവരിൽ ദൈവപ്രവൃത്തി നടന്നു. ദൈവപ്രവൃത്തി നടന്നാൽ നീ മരിച്ചാലും ദൈവപ്രവൃത്തികൾ മാഞ്ഞു പോയില്ല. ഇന്ന് പകലിൽ ഇവിടെ കരഞ്ഞുകൊണ്ട് വന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ദൂതാണിത്. ഇവിടെ ഉത്തരം മുട്ടി നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ദൂതാണിത്. നിങ്ങളോട് പിശാച് പലവട്ടം ഇനിയും നീ വെണ്ണിക്കുളത്ത് പോകുവാണോ, ഇനിയും നീ യേശുവിന്റെ പുറകെ പോകുവാണോ എന്ന് ചോദിച്ച് ഭയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ദൂതാണ് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൈവദാസന്മാരിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്റെ ജീവിതത്തിനൊരു മറുവശമുണ്ട്. ഇന്ന് നീ കരഞ്ഞുകൊണ്ട് നടക്കുകയാണെങ്കിൽ, ഉത്തരം മുട്ടി നിൽക്കുകയാണെങ്കിൽ, പറഞ്ഞാൽ തീരാ അനുഭവങ്ങളിലൂടെ, ഹല്ലേലൂയ, പറഞ്ഞാലും തീരാത്ത അനുഭവങ്ങളിലൂടെ നടത്താൻ ശക്തനായ ദൈവം നമ്മുടെ ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് സന്തോഷത്തോടെ അങ്ങനെ ഒരു ജീവിതത്തിൻ്റെ ഉടമയാകാൻ എന്നെ കൂടി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവർ ആ കരമൊന്ന് 10 സെക്കൻഡ് ഉയർത്തിപ്പിടിച്ചാലും തെറ്റില്ല. കരമൊന്ന് ഉയർത്തിപ്പിടിച്ചോണ്ട് പറ, കർത്താവേ, ഇന്ന് ഞങ്ങളെക്കുറിച്ച് പറയാനൊന്നുമില്ല, ഇന്ന് എനിക്കും പറയാനൊന്നുമില്ല. സ്തോത്രം. കർത്തൃദാസൻ അല്പസമയം മുമ്പ് പറഞ്ഞതുപോലെ മാനസികമായി എന്തോ പ്രശ്നമുണ്ടെന്ന എന്നെക്കുറിച്ച് നാട്ടുകാർ പോലും പറയുന്നത്. പക്ഷെ എൻ്റെ ദൈവം എന്നെ പടക്കുതിരയെ പോലെ ഓടിക്കും. എന്നെക്കുറിച്ച് ദൈവത്തിന് പറയാൻ, എന്നെക്കുറിച്ച് വിശുദ്ധന്മാർക്ക് പറയാൻ, എന്നെക്കുറിച്ച് ദൈവസഭകൾക്ക് പറയാൻ സ്വർഗ്ഗം ഒരു അവസരം തരാതിരിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ അവര് മാത്രമേ ദൂതേറ്റെടുത്തോണ്ട് ശക്തിയോടെ പ്രതികരിക്കൂ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഒരു അടിത്തറ ഇടുക. നിങ്ങൾ കരമടിക്കുന്ന കൂടെ ഇന്നിവിടെ വന്നവർക്ക് ഒരു അടിത്തറ ഇടുകയാ. ഇന്ന് നീ ആരെ കുറിച്ച് കരഞ്ഞുകൊണ്ട് നടക്കുന്നു? ഇന്ന് നീ ഏത് വിഷയത്തെ കുറിച്ച് കരഞ്ഞുകൊണ്ട് നടക്കുന്നു? അങ്ങനെ ഓൺലൈനിൽ ഞങ്ങൾ വാച്ച് ചെയ്യുന്നവർ, പുറത്തു വരാൻ, ജനത്തെ കാണാൻ, ബന്ധുക്കളെ കാണാൻ പോലും മനസ്സില്ലാതെ ഒതുങ്ങിയിരിക്കുന്നു. ആ വിഷയത്തിന് വേണ്ടി ദൈവം, yes, hallelujah, hallelujah. വിശ്വസിക്കുന്നവർ മാത്രം ഒരല്പസമയം
ചാന്തും കുമ്മായമിട്ട് കല്ല് കെട്ടി പണിയുന്നത് പോലെ ഇന്നത്തെ സന്ദേശത്തിന് നിങ്ങൾ കെട്ടുറപ്പുള്ളവരാക. പിതാക്കന്മാരെ, തലമുടി നരച്ചവരെ, ഇന്നിവിടെ വന്നിരിക്കുന്ന നിങ്ങളോട് സ്വർഗം പറയാൻ പോകുന്നത്, നിന്നെ കുറിച്ച് ലോകം ഇന്ന് പറയുന്നതൊന്നും കണക്കാക്കണ്ട. നിന്നെ കുറിച്ച് നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞത് നീ മനസ്സിൽ വെക്കണ്ട. അവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ പോകുക, അവരെ കൊണ്ട് വലിയവ പറയിപ്പിക്കാൻ പോകുക ദൈവം. ജീസസ്. കനാദാലാബ ശണ്ടരാദനാദന ഹടഗമനാദര റിവലാദരഗ രഗന ഹടഗ രഗൽഖനാദരാദിയാന. ഹല്ലേലൂയ. വഴിത്തലക്കിലൂടെ കരഞ്ഞുകൊണ്ട് നടന്നവർ, ആ കാല് പിടിച്ച് നടന്നവർ, ഉപവാസവും പ്രാർത്ഥന എവിടെയുണ്ടോ അവിടെയെല്ലാം ഓടിച്ചെന്നോണ്ടിരുന്നവർ, അവളെ കുറിച്ചൊരു ശുഭകാലം, ഒരു നല്ല കാലം, ഒരു നല്ല വർത്തമാനം അത് വരുത്താൻ കഴിവുള്ള ദൈവത്തെ പകലിൽ നമ്മൾ ആത്മാർത്ഥമായി കാണുകയാണ്. ദൈവം അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ വളരെ പരിചിതമായ വേദഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായി ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് വളരെ സുഗ്രാഹ്യമായ രീതിയിലാണ്, നന്നായിട്ടാണ്. എന്നാൽ അത്രയും വിശദീകരിച്ചിട്ടല്ലെങ്കിലും മത്തായി പറയാത്ത ചില കാര്യം മർക്കോസ് പറഞ്ഞിട്ടുണ്ട്. ഈ സന്ദേശത്തിന് ഒരു പിന്തുണ നൽകുമെന്നുള്ള വിചാരത്തോടെ ഈ സംഭവം തന്നെ മർക്കോസ് അല്പമായി പറഞ്ഞിരിക്കുന്നത് 7-ാം അധ്യായത്തിലാണ്. 24-ാം വാക്യം ഒന്ന് വായിക്കാമോ? 7:24 മർക്കോസിന്റെ 7:24 മർക്കോസ്. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സീദോന്റെയും സോരിന്റെയും അതിർനാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ കടന്നു. അടുത്തത്, ആരും അറിയരുതെന്നോർത്ത് എങ്കിലും മറഞ്ഞിരിപ്പാൻ സാധിച്ചില്ല. സ്തോത്രം. ഒരു വീട്ടിൽ ചെന്ന് കർത്താവ്, അവൻ്റെ ഉദ്ദേശിച്ചത് യേശു ആട്ടോ, കർത്താവ് സീദോന്റെയും സോരിന്റെയും അതിർനാട്ടിൽ ചെന്നു. സ്തോത്രം. അവിടെ ചെന്നിട്ട് കർത്താവ് എന്തിനാന്ന് എനിക്കറിയില്ല, യേശു ഒരു വീട്ടിൽ ചെന്ന് കയറിയിട്ട് പറഞ്ഞു, ആരും അറിയരുത്, വാതിലടക്കെ, ആരും അധികം ആൾക്കാർ സ്തോത്രം കാണണ്ട, അറിയണ്ട, ആരും അറിയരുതെന്ന് പറഞ്ഞ് അവൻ സ്തോത്രം മറഞ്ഞിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ യേശുവിന് മറഞ്ഞിരിക്കാൻ പറ്റിയില്ല. ആരും അറിയാതെ മറഞ്ഞിരിക്കാൻ കർത്താവ് ശ്രമിച്ചു. ഒരു വീട്ടിൽ പോയി, ഏതോ വീട്ടിൽ, പതിവായിട്ട് കർത്താവ് പോകുന്ന വീടല്ല, ഒരു വീടെന്ന് എഴുതിയിരിക്കുന്നത്. പുതിയ നിയമത്തിനകത്ത് 8 വീടോ 9 വീടോ കർത്താവ് സ്തോത്രം പോയതും നിത്യസന്ദർശകനായിരുന്നതും പോയത് കൊണ്ട് പ്രയോജനപ്പെട്ടതും ഒക്കെ ആയിരിക്കുന്ന വീടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാ വീടുകളെയും കഴിഞ്ഞ സുദീർഘമായ ശുശ്രൂഷയുടെ ഇടയിൽ വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി പരിശോധിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പോയപ്പോൾ ആ വീട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വീട്ടുകാരാരാന്ന് എഴുതിയിട്ടില്ല. ഈ അതിർഗ്രാമത്തിൽ ചെന്ന് യേശു ഒരു വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞ വീട്ടുകാരോട് പറഞ്ഞു, ഞാൻ ഇവിടെ ഉണ്ടെന്ന് ആരോടും പറയണ്ട. ചിലപ്പോൾ ശുശ്രൂഷയുടെയൊക്കെ തിരക്കിനിടയിൽ കുറച്ച് ദിവസത്തേക്ക് മാറിയിരിക്കാം, ആൾക്കൂട്ടത്തിനിടയിൽ മാറിയിരിക്കാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ആ വീട്ടിൽ ചെന്ന് മറഞ്ഞിരിക്കാൻ, അങ്ങനെ ആ വാക്ക് മർക്കോസ് എഴുതിയിരിക്കുന്നത്, ആരും അറിയരുതെന്ന് ഇച്ഛിച്ച് മറഞ്ഞിരിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ മറഞ്ഞിരിക്കാൻ സാധിച്ചില്ല. മറഞ്ഞിരിക്കാൻ സാധിച്ചില്ല. ഞാൻ കർത്താവിനോട് ഇന്ന് രാവിലെ ഇത് വായിച്ചിട്ട് പറഞ്ഞു, അങ്ങ് എന്തൊക്കെ ചെയ്താലും മറഞ്ഞിരിക്കാൻ അങ്ങേക്ക് പറ്റിയേല. സ്തോത്രം. മനസ്സിലായോ? എത്ര അങ്ങ് ദൈവമാണ്, അങ്ങ് കർത്താവാണ്, അങ്ങ് സർവജ്ഞാനിയാണ്, അങ്ങ് ശക്തനാണ്, ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം അറിയാം, എന്തൊക്കെ ശ്രമിച്ചാലും അങ്ങേക്ക് മറഞ്ഞിരിക്കാൻ കഴിയേല. എൻ്റെ കാരണം എന്താ? അങ്ങയെ അന്വേഷിക്കുന്ന ആളുകൾ ഈ ലോകത്തിലുള്ളിടത്തോളം കാലം അങ്ങയ്ക്ക് മറഞ്ഞിരിക്കാൻ കഴിയേല. സ്തോത്രം. ഇന്ന് പകലിൽ ഞാൻ അടുത്ത ദൂത് പറയാം. നീ ഒരു വിഷയത്തിൽ അകപ്പെട്ട്, നീ ഒരു ഭാരത്തിൽ അകപ്പെട്ട്, സ്തോത്രം, നീ നൊമ്പരത്തിലും പ്രയാസത്തിലും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇരിക്കുന്നിടത്തോളം കാലം യേശുവിന് മറഞ്ഞിരിക്കാൻ പറ്റിയേല. സ്തോത്രം. ഇന്നിവിടെ വന്നവർ നിമിത്തം യേശുവിന് മറഞ്ഞിരിക്കാൻ പറ്റിയേല. ഞാൻ വിശ്വസിക്കുന്നു, കർത്താവ് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും യേശു ഇവിടെ വന്നിട്ടുണ്ട്. സ്തോത്രം. കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. കർത്താവ് ഇവിടെ വരാൻ കാരണം, ഇവിടെ ഈ സ്ഥലം മേടിച്ച് ഗോസ്പൽ സെൻ്റർ എന്ന് എഴുതി വെച്ചത് കൊണ്ടും ഇങ്ങനെ മനോഹരമായിട്ട് ഇത് ചമച്ചിട്ടത് കൊണ്ടും കസേര മേടിച്ചിട്ടത് കൊണ്ടും അല്ല യേശു ഇവിടെ വന്നത്. സ്തോത്രം. നിങ്ങളിവിടെ വന്നത് എന്തുകൊണ്ടാണെന്നൊരു കടലാസ് തന്നാൽ എന്തൊക്കെ എഴുതി വെച്ചിട്ട് പോകുന്ന ആർക്കറിയാം. അതുകൊണ്ട് സ്തോത്രം, അതിന് ഞാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ യേശു ഇവിടെ വരാൻ കാരണം എന്നാണെന്നറിയാമോ? ഞാനിവിടെ ഉള്ളത് കൊണ്ടല്ല.
പാട്ട് പാടുന്നവരുള്ളത് കൊണ്ടല്ല. ഇന്ന് പകലിൽ നിങ്ങൾ ആരൊക്കെ ഇവിടെയുണ്ട്? നിങ്ങളിവിടെ ഉള്ളത് കൊണ്ട് യേശുവിന് മാറി നിൽക്കാൻ പറ്റില്ല. നിങ്ങളിവിടെ ഉള്ളത് കൊണ്ട് യേശുവിന് മറഞ്ഞിരിക്കാൻ പറ്റില്ല. കർത്താവിന് മാറി നിൽക്കാൻ പറ്റില്ല. കർത്താവിൻ്റെ ആത്മാവിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയാം, നിനക്ക് മറഞ്ഞിരിക്കാൻ നിൻ്റെ കർത്താവിന് പറ്റുമോ? സ്തോത്രം. ഇത് ഈ സ്ത്രീയുടെ കാര്യം പറഞ്ഞു വരിക. താഴേക്ക് വരുമ്പോൾ കണ്ടോ, സ്തോത്ര ഹല്ലേലൂയ. അപ്പോൾ സാധിച്ചില്ല. അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകളുള്ളൊരു സ്ത്രീ അവൻ്റെ വസ്തുത കേട്ടിട്ട് വന്നുകൊണ്ട് കാൽക്കൽ വീണു. അവൾ സുറോഫോനിക്ക് ജാതിയിലുള്ളവളായിരുന്നു. അത് തന്നെയാണ് ഈ സ്ത്രീയും കേട്ടോ, കനാന്യ സ്ത്രീയാണ്. അവൾ സുറോഫോനിക്ക് ജാതിയിൽപ്പെട്ടവളായിരുന്നു. ജാതീയമായിരിക്കുന്നൊരു സ്ത്രീ അന്യദൈവങ്ങളെ സേവിച്ച് അവരുടെ പാരമ്പര്യം അനുസരിച്ച് കല്ലും സ്വന്തം മണ്ണുമൊക്കെ ദൈവമാണെന്ന് പറഞ്ഞ് പഞ്ചലോഹങ്ങളെ വല്ലാത്തനെയും കൊണ്ടൊക്കെ ദൈവമാണെന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചതിനെ സേവിച്ചു പോകുന്ന ആ സ്ത്രീ അവിടെ ഒന്നും പോയിട്ട് രക്ഷപ്പെടാത്ത നിലവാരത്തിൽ അവൾ അറിഞ്ഞു യേശു സൗഖ്യദായകനാണ്. ഇവിടെ മനസ്സിനകത്ത് ഈ അറിവ് കിട്ടുമ്പോൾ, ഇവിടെ യേശുവിനെ തപ്പി ഇറങ്ങുമ്പോൾ, യേശു ഇപ്പറേ ആരും അറിയാതെ ഒളിച്ചിരിക്കാൻ ആഗ്രഹിക്കുക. ആരും അറിയാതെ യേശു മറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ വീണ്ടും കർത്താവിനോട് പറയുന്നു, ആവശ്യക്കാർ, യേശുവിനെ ആവശ്യക്കാരുള്ളിടത്തോളം കാലം യേശുവിന് മറഞ്ഞിരിക്കാൻ കഴിയില്ല. ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഞാൻ ആത്മാവിൽ പറയാം, നീ ഇവിടെ വന്നത് ഞങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കാനാന്നും പറഞ്ഞ് അവസാനിക്കരുത്. യേശുവിനെ നിനക്ക് ആവശ്യമാണെങ്കിൽ കർത്താവ് നിനക്ക് മറഞ്ഞിരിക്കത്തില്ല. യേശു മാറി നിൽക്കത്തില്ല. എവിടെയൊക്കെ ഒളിച്ചിരിക്കാൻ നോക്കിയാലും എൻ്റെ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, നീ ഇവിടെ ഉള്ളത് കൊണ്ട്, നീ കരയുന്നവനാകയാൽ, നീ പ്രാർത്ഥിക്കുന്നവനാകയാൽ, നീ കർത്താവിനെ കൊണ്ട് ഒരു മറുപടി കിട്ടിയിട്ടേ പോകത്തുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നത് കൊണ്ട് എന്റെ യേശുവിന് വെളിപ്പെടാതിരിക്കാൻ പറ്റില്ല. വെളിപ്പെട്ടിരിക്കും. മറഞ്ഞിരിക്കാൻ ആരുടെ മുമ്പിൽ? മനുഷ്യന്റെ മുമ്പിൽ മറഞ്ഞിരിക്കാൻ ദൈവത്തിന് പറ്റും. സ്തോത്രം. എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ ചാടി വരുന്നവനല്ല. പക്ഷേ കരയുന്നവരുണ്ടെങ്കിൽ യേശുവിന് മറഞ്ഞിരിക്കാൻ പറ്റില്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ യേശുവിന് മറഞ്ഞിരിക്കാൻ പറ്റില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഗ്രഹിക്കാമെങ്കിൽ ഞാനൊരു തെളിവ് വേറൊരു ഭാഗത്തു നിന്ന് തരാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 4-ാം വാക്യം ആദ്യം വായിക്കണം, പിന്നെ 6-ാം വാക്യം വായിക്കണം. അല്ല, 4, 5, 6 വായിച്ചു. വെളിപ്പാട് 5-ന്റെ 4, 5, 6 വായിച്ചേ. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായികയാൽ ഞാൻ ഏറ്റവും കരഞ്ഞു. യോഹന്നാൻ ഏറ്റവും കരഞ്ഞു. അടുത്തത്, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്കോടെ, ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിൽ മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. നിങ്ങൾ ശ്രദ്ധിച്ചേ, അങ്ങനെ വായിച്ച് നമുക്ക് പിടികിട്ടിയല്ല. പക്ഷെ ഞാൻ പറയാൻ നിങ്ങളോട് കേൾക്കണം. യോഹന്നാൻ കർത്താവിന്റെ ക്ഷണം സ്വീകരിച്ച് പത്മോസിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുകയാണ്. അവിടെ ചെന്നപ്പോൾ സ്വർഗത്തിൻ്റെ ആരാധന നടക്കുന്ന ആ പോർട്ടിക്കോയിൽ വൈദികന്മാരും ദൂതന്മാരും മാലാഖമാരും എല്ലാവരും കൂടി ചേർന്ന് സിംഹാസനത്തിലിരിക്കുന്ന മഹാദൈവത്തെ പാടി പാടി സ്തുതിച്ചുകൊണ്ട് നിൽക്കുക. യോഹന്നാൻ ക്ഷണം സ്വീകരിച്ച് കയറി ചെല്ലുന്ന വഴിക്ക് ആരാധന നടക്കുന്നു. ആരാധനക്കാരെ കണ്ടാൽ ആരാധിക്കുന്നവർക്ക് എന്തോ തോന്നും? സ്തോത്രം. ഇവിടെ ഇത്രയും നേരം നിന്നിട്ട് ഇവരെന്നാ ഈ കാണിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിന്റെ ഗതികേടെന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഇത്ര നേരം ഇരുന്നിട്ടും ഇതെല്ലാം കണ്ടിട്ട് ഇവരെന്നെ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഇരിക്കുന്നെങ്കിൽ സ്തോത്രം, ഇങ്ങനെയൊക്കെ നടക്കാൻ നിവൃത്തിയുള്ളൂ. പക്ഷേ ഇവിടെ ആദ്യമായി വന്നവരുണ്ട്. ആത്മാവിൽ ആരാധിക്കുന്നവർ ആരാധന കണ്ടാൽ, സ്തോത്രം, ആരാധന കണ്ടാൽ അവർക്ക് മാറി നിൽക്കാൻ പറ്റില്ല, അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല, അവർക്ക് കാഴ്ചക്കാരാകാൻ പറ്റില്ല. അതിപ്പോൾ ആരാ പാടുന്നത്, ആരാ നിൽക്കുന്നത്, ഇതൊന്നും അവർക്ക് വിഷയമല്ല. കയറി വരുമ്പോഴേ അറിയാം അകത്ത് വ്യാപരിക്കുന്ന ആത്മാവാണോ ഈ മുറിക്കകത്ത് വ്യാപരിക്കുന്നത്.
സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാണോ ഇതിനകത്ത് വ്യാപരിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇടംബലം നോക്കുന്ന കാര്യമില്ല. പിന്നെ അപരിചിതനോ പരിചിതനോ ഒന്നും വിഷയമല്ല. ആരാധിച്ച് ശീലിച്ചിട്ടുള്ളവർ, കർത്താവിനെ ആരാധിച്ചിട്ടുള്ളവർ, ദൈവത്തെ സ്തുതിച്ചിട്ടുള്ളവർ, അവനെ രുചിച്ചറിഞ്ഞിട്ടുള്ളവർ, അവനെ ആത്മാവിൽ ദൈവത്തെ പുകഴ്ത്തിയിട്ടുള്ളവർ, അവരെ എവിടെ ആരാധന കണ്ടാലും അവർക്ക് മാറി നിൽക്കാൻ കഴിയില്ല. ഹല്ലേലൂയ, 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 സ്തോത്രം, ഹല്ലേലൂയ. അതിന് ഭാഷ ഏതാണ്, വർഗമേതാണ്, രാജ്യമേതാണ്, ഇതൊന്നും വിഷയമല്ല. ആരാധനയ്ക്ക് ഭാഷ ഒരു വിഷയമാണോ? ആരാധനയ്ക്ക് സ്തോത്രം, ഹല്ലേലൂയ, സാഹചര്യം ഒരു വിഷയമാണോ? ആരാധനയ്ക്ക് അപരിചിതരോ സുപരിചിതരോ വിഷയമല്ല. സ്വർഗത്തിലെ ഭാഷ സ്തോത്ര യോഹന്നാന് പിടികിട്ടിയൊന്നറിയില്ല. അവർ പുതിയ പാട്ട് പാടുക. അവിടെ പാടി ആരാധിക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് ചെന്ന യോഹന്നാൻ നമ്മൾ ഇരുന്നത് പോലെ ഏറ്റവും പുറകിലേക്ക്, ഇപ്പം പുറകിരിക്കുന്നവരെ അല്ല കേട്ടോ, നിങ്ങൾ നല്ലവരാ. സ്തോത്രം. നിങ്ങൾ വൈകി വന്നവരുണ്ട് അവിടെ കിട്ടിയത്. നാളെ നേരത്തെ വരുവാണെങ്കിൽ ഇവിടെ ഇരിക്കാം നിങ്ങൾക്ക്. സ്തോത്രം. ഏറ്റവും പുറകിലേക്ക്, ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് മുമ്പിൽ കിടന്ന് കസേര എടുത്തുകൊണ്ട് പുറകിലേക്ക് പോയിട്ട് ഇരിക്കുകയല്ലായിരുന്നു യോഹന്നാൻ. ആണോ? അല്ല. സ്തോത്രം. യോഹന്നാൻ ആ കൂടെ ചേർന്ന് നിന്ന് ആരാധിച്ചു. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവരെ കണ്ടാൽ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളണം. ആരാധിക്കുന്നവരെ, കർത്താവിനെ ആരാധിക്കുന്നവരെ കണ്ടാൽ കൂടെ നിന്ന് ആരാധിച്ചോളണം. സ്തോത്രം. അതിൻ്റെ പേരാ കൂട്ടായ്മ. സ്തോത്രം. ഞായറാഴ്ച വന്ന് ഇവിടെ വന്ന് ഇരിക്കുന്നതിൻ്റെ പേരല്ല കൂട്ടായ്മ. ഇവിടെ പാടുമ്പോൾ കൂടെ പാടിയും, ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ കൂടെ പ്രാർത്ഥിച്ചും, ഇവിടെ കരയുമ്പോൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ചേർന്ന് ദൈവത്തെ ചേർത്ത് നിർത്തുന്നവർ, അതിൻ്റെ പേരാ കൂട്ടായ്മ. ഇപ്പോൾ ഒരു നിമിഷം കൊണ്ട് യോഹന്നാൻ കൂട്ടായ്മയെ ചേർന്നു. പത്മോസിൽ കടന്ന് അവനെ കർത്താവ് വിളിച്ചുകൊണ്ട് ചെന്ന് അങ്ങോട്ട് ചെന്ന് സ്തോത്രം ചേർന്ന് നിന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരാധന ആ ഭയങ്കര പവറിലേക്ക് വന്നപ്പോൾ, നിൽക്കാൻ പറ്റാത്ത രീതിയിൽ, ഇതുവരെ കാണാത്ത രീതിയിൽ ആത്മസന്തോഷത്തിലേക്ക് വന്നപ്പോൾ, ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ദൂതന്മാരിൽ ഒരുവൻ പെട്ടെന്ന് ആരാധന പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് ആ പുസ്തകം മേടിപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി വരാൻ. സ്തോത്രം. നിശബ്ദമായിരിക്കുന്ന സ്വർഗീയ അന്തരീക്ഷത്തിൽ ആരും മുദ്ര പൊട്ടിക്കാൻ വേണ്ടി കയറി വന്നില്ല. അപ്പോൾ യോഹന്നാന് മനസ്സിലായി, മുദ്ര പൊട്ടിക്കാൻ ഇവിടെ ആരുമില്ല. ആ തിരിച്ചറിവിൽ 5-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, യോഹന്നാൻ ഇരുന്ന് കരഞ്ഞു. അല്ലേ? 4 തീരുന്നിടത്ത് യോഹന്നാൻ ഇരുന്ന് ആരെയും കാണായികയാൽ ചുമ്മാ കരഞ്ഞെന്നല്ല, കരഞ്ഞ പോലെ കാണിച്ചെന്നല്ല, പിന്നെയോ ഏറ്റവും കരഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മുടെ ഇടയിലില്ല. ആത്മീയ കോളത്തിലുണ്ട്. കരഞ്ഞതുപോലെ കാണിക്കും. നമ്മൾ വിചാരിക്കും കരയാന്ന്, ഒരു തുള്ളി കണ്ണീരും വരികയില്ല, സ്തോത്രം വരികയില്ല. അങ്ങനെയാണോ യോഹന്നാൻ? അല്ല. പിന്നെ എങ്ങനാ? സ്തോത്രം. ഏറ്റവും കരഞ്ഞു. അങ്ങനെയൊക്കെയുള്ള വാക്കിൻ്റെ പ്രത്യേകത എന്താ? ഇതിനു മുമ്പ് ഒരിക്കലും കരഞ്ഞിട്ടില്ലാത്തതുപോലെ കരയും. അങ്ങനെ കരഞ്ഞതല്ലേ ഏറ്റവും കരഞ്ഞെന്ന് പറയുന്നേ. ഏറ്റവും ഭൂമിയിൽ വെച്ചെവിടെയൊക്കെയോ യോഹന്നാൻ കരഞ്ഞിട്ടുണ്ടാകും. സ്തോത്രം. സുവിശേഷത്തിന് വിരോധമായി നിന്നപ്പോൾ അവനെ ഒരുപക്ഷെ പിടിച്ച് എണ്ണപ്പാത്രത്തിനകത്ത് ഇട്ടെന്നൊക്കെ കേട്ടത്, തിളച്ച എണ്ണയ്ക്കകത്ത് അത് കിട്ടൊക്കെ ഒരുപക്ഷെ കരഞ്ഞിട്ടുണ്ടാകും. മനുഷ്യനല്ലേ. പക്ഷേ അവിടെ എങ്ങും വെച്ച് കരഞ്ഞതിനേക്കാൾ ഏറ്റവും കരഞ്ഞു. ഒത്തിരി കരഞ്ഞു. അങ്ങനെ ഏറ്റവും കരഞ്ഞപ്പോൾ പെട്ടെന്ന് മൂപ്പന്മാരിൽ ഒരുത്തൻ പറഞ്ഞു, കരയണ്ട, കരയണ്ട. സ്തോത്രം. മൂപ്പനോട് പറഞ്ഞോ ഞാൻ കരയുന്ന ഇന്ന വിഷയത്തിനാന്ന് പറഞ്ഞോ? ഇല്ല. ആത്മാവ് വ്യാപരിക്കുന്നിടത്ത് പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മൾ പ്രത്യേകിച്ച് പറയുമൊന്നും വേണ്ട. നീ ഇവിടെ വന്ന് കരയുന്നത് എന്തിനാന്ന് ദൈവാത്മാവ് അറിയും. ഇതൊരു നെറ്റ്വർക്കാണ്. അല്ല, നമ്മളിവിടെ നേരത്തെ കുറിപ്പ് തന്നിട്ടല്ല. സ്തോത്രം. ഇവിടെ ഇരുന്ന് കരയുന്നത് ദൈവാത്മാവ് അറിയും. ദൈവം അറിയുമ്പോൾ ഇവിടെ നിൽക്കുന്ന കർത്തൃദാസൻ ലീഡ് ചെയ്യുന്നതാണെങ്കിലും പാടുന്നതാണെങ്കിലും അതിഥിയായി വന്നതാണെങ്കിലും സ്ഥിരം നിൽക്കുന്നതാണെങ്കിലും ഇവിടെ കരയുന്നവൻ്റെ വിഷയം അറിയുന്ന ദൈവാത്മാവ് ഇവിടെ കൂടെ നിൽക്കുന്നവനോട് പറയും. എന്ത് പറയും? സ്തോത്രം. കരയുണ്ടെന്ന് പറ. അവൾ കരയുന്ന വിഷയം ഇതാണ്, അവൻ കരയുന്ന വിഷയം ഇതാണ്. ആരോടും പറയാതെ നിന്റെ വിഷയം അറിയുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് സ്വർഗം നിന്നെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. നീ ആരോടും പറയണ്ട. അതുകൊണ്ട് പ്രാർത്ഥനാ സമയത്ത് എഴുന്നേറ്റ് നിന്ന് ആരോടും
പറയണ്ട, എഴുന്നേറ്റ് നിങ്ങൾ അങ്ങ് പറഞ്ഞു എന്ന് പറയാൻ കാരണം ആരോടും പറഞ്ഞില്ലെങ്കിലും ഇവിടെ വ്യാപരിക്കുന്ന ദൈവാത്മാവിനറിയാം. എന്താ നീ കരയുന്നതിന്റെ രഹസ്യം? എന്താ കരയുന്നത്? സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. കരയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കരയണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് യോഹന്നാൻ കാണുകയാണ്. എവിടെ? 6-ാം വാക്യം. എവിടാ? സിംഹാസനത്തിന്റെ 4 ജീവികളുടെ നടുവിലും. ഒന്നുകൂടെ പറഞ്ഞ എങ്ങനെ? സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട്. ആരാ ഈ കുഞ്ഞാട്? യേശുക്രിസ്തു അല്ലേ? വേദപുസ്തകത്തിന്റെ വ്യാഖ്യാനം അറിയാവുന്നവർക്കറിയാം. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിലെ കുഞ്ഞാട് കർത്താവായ യേശുവാണ്. ദാവീദിന്റെ വേരായവൻ, യഹൂദാ ഗോത്രത്തിന് സിംഹമായവൻ, ദൈവത്തിന്റെ കുഞ്ഞാടായവൻ, ഇതെല്ലാം ഒരുവനാണ്. അപ്പൊ അറുക്കപ്പെട്ട കുഞ്ഞാട് കർത്താവാണ്. ഇപ്പൊ യോഹന്നാൻ കരഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്ങാണ്ടെന്നും അങ്ങ് സ്തോത്രം സമയം കഴിഞ്ഞ് പാട്ടും പാടി പ്രാർത്ഥിച്ച് ഇങ്ങനെ അധ്യക്ഷ പ്രസംഗം നീട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആംബുലൻസിൽ വന്നിറങ്ങുന്ന പോലെ കുഞ്ഞാട് വന്നിറങ്ങിയതാണോ? ആണോ? അല്ല. പിന്നെ എങ്ങനാ? കുഞ്ഞാട് ആ സിംഹാസനത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. കുഞ്ഞാട് മൂപ്പന്മാരുടെ നടുവിലുണ്ടായിരുന്നു. കുഞ്ഞാട് 4 ജീവികളുടെ നടുവിലുണ്ടായിരുന്നു. പക്ഷേ ആവശ്യക്കാരൻ വന്നാൽ കുഞ്ഞാടിന് മറഞ്ഞിരിക്കാൻ കഴിയില്ല. ഇത്രയും നേരം കുഞ്ഞാട് ആരെങ്കിലും ഉണ്ടോ മുദ്ര പൊട്ടിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞാട് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞാട് വന്നില്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, അനൗൺസ്മെന്റിനകത്തൊന്നും കുഞ്ഞാട് വെളിപ്പെടുകയില്ല. സ്തോത്രം. മനസ്സിലായോ? നമ്മളിപ്പോൾ നല്ല ഭംഗിയുള്ള വാക്കിൽ, നല്ല നാടകത്തിൻ്റെ ഡയലോഗ് പറയുന്ന പോലെ വേണമെങ്കിൽ നമുക്ക് കുഞ്ഞാടിനെ വിളിക്കാം, നല്ല ഭംഗിയുള്ള വാക്കിൽ. പക്ഷെ എന്ത് ചെയ്യല? അങ്ങനെയല്ലേ ദൂതൻ പറഞ്ഞത്? ദൂതൻ പറഞ്ഞത് എന്താ? എന്നോട് വായിക്കാമോ? ദൂതൻ ചോദിച്ചത് എന്താ? പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. അല്ലല്ല, ദൂതൻ ചോദിച്ചത് എന്താന്ന് പറഞ്ഞേ? ആരും കഴിഞ്ഞില്ല എന്നുള്ളതല്ല. ദൂതൻ ചോദിച്ചില്ലേ, ആ സിംഹാസനത്തിൽ കയ്യിൽ നിന്ന് പുസ്തകം മേടിച്ച് യോഗ്യനാരുള്ളൂ. അതേതാ വാക്യം? ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് നോക്കണം. സ്തോത്രം. അതാ പറഞ്ഞത്. വലിയ നാടകത്തിന് ഡയലോഗ് പറയുന്ന പോലെ ദൂതൻ വന്നിട്ട് ഡയലോഗ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ആ സിംഹാസനത്തിലിരിക്കുന്നവന്റെ പുസ്തകം മേടിക്കാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ രംഗത്ത് വരട്ടെ. പണ്ടത്തെ ബാലയിലെ ഡയലോഗ് പോലെ പറഞ്ഞു. പക്ഷെ എന്താ കാര്യം? കുഞ്ഞാട് വന്നില്ല. സ്തോത്രം. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം, പ്രാർത്ഥനയ്ക്കകത്താണെങ്കിൽ പോലും ഡയലോഗ് അടിച്ചാലൊന്നും കുഞ്ഞാട് വരികയില്ല. വെറുതെ മെനക്കെടണ്ട. നമ്മുടെ പതിവ് ഡയലോഗൊക്കെ ഇന്ന് മാറ്റണം. സ്തോത്രം. എന്നിട്ട് ചങ്ക് പൊട്ടി കരഞ്ഞോണ്ടിരിക്കുമ്പോൾ ഒന്നും പറയണ്ട. യോഹന്നാൻ നെഞ്ചത്തടിച്ചുകൊണ്ട് അയ്യോ ആരെയും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഉള്ളം നൊന്ത് കരയാൻ തുടങ്ങി. കുഞ്ഞാടിന് മനസ്സിലായി, ഈ കൂടെ മൂപ്പന്മാരും ദൂതന്മാരും ജീവികളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഒരാവശ്യക്കാരൻ വന്നിട്ടുണ്ട്. ഇവിടെ എന്നെ ആവശ്യമുള്ളവൻ വന്നിട്ടുണ്ട്, എന്നെ പ്രതീക്ഷിക്കുന്നവൻ വന്നിട്ടുണ്ട് എന്ന് കുഞ്ഞാടിന് മനസ്സിലായപ്പോൾ കുഞ്ഞാട് സിംഹാസനത്തിന് മുമ്പിൽ വെളിപ്പെടുകയാണ്. നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് കരഞ്ഞ് കലങ്ങി ദൈവത്തിന്റെ സന്നിധാനത്തിൽ ആരോ ഒരു സഹായത്തിനില്ലാതിരിക്കുമ്പോൾ മർക്കോസ് എഴുതിയ വാക്യം ചേർത്ത് വെച്ച് പറയാം, അവന് മറഞ്ഞിരിക്കാൻ കഴിയില്ല. അവന് മറഞ്ഞിരിക്കാൻ കഴിയില്ല. ആവശ്യക്കാരൻ ഏത് ജാതിക്കാരനാണ്, ആവശ്യക്കാരൻ ഏത് വംശക്കാരനാണ്, ആവശ്യക്കാരി എവിടെ നിന്ന് വന്നതാണ്, ഇതൊന്നും കുഞ്ഞാടിന് വിഷയമല്ല. അത് ഇവിടത്തെ ചീത്ത സഭക്കാർക്ക്, സംഘടനക്കാർക്ക് വിഷയമായിരിക്കും. പക്ഷെ എന്റെ ദൈവത്തിന് വിഷയമല്ല. എന്റെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നീ ഒരു ആവശ്യക്കാരനാണോ, ആവശ്യക്കാരിയാണോ? അങ്ങനെയാണെങ്കിൽ എന്റെ ദൈവത്തിന് ഇനി മറഞ്ഞിരിക്കാൻ കഴിയില്ല. വിശ്വാസത്തോടെ ആത്മാവിൽ പറ, ഞാൻ ഉള്ളു തകർന്നാ വന്നത്.
ഇവിടെ ഭയങ്കര പാട്ടാന്ന് കേട്ടിട്ടുണ്ട്, ഇവിടെ ഭയങ്കര ബഹളാന്ന് അതുകൊണ്ട് വന്നതല്ല. ഞാനിവിടെ വന്നത് കുഞ്ഞാടിനെ കാണാൻ വന്നതാ. സ്തോത്രം. ഞാനിവിടെ വന്നത് എൻ്റെ മുദ്ര പൊട്ടിക്കാൻ വന്നതാ. എൻ്റെ ഭാവിയെ ബന്ധിച്ച, എൻ്റെ കുടുംബത്തെ ബന്ധിച്ച്, എൻ്റെ കുഞ്ഞിനെ കെട്ടിവെച്ച, എൻ്റെ നാളകളെ ബന്ധിച്ചു വെച്ച ആ പുസ്തകത്തിനകത്ത് നാളകളുണ്ട്, എൻ്റെ നാളകളുണ്ട്. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിന്റെ ബാക്കിയുള്ള ഭാഗം മുഴുവൻ ആ പുസ്തകത്തിനകത്ത് അത് മുദ്ര വെച്ചിരിക്കുക. അത് പൊട്ടിയെങ്കിൽ മാത്രമേ സ്തോത്രം ഇനി ബാക്കി കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അത് പൊട്ടാത്തിടത്തോളം കാലം വെളിപ്പാട് പുസ്തകത്തിന് ഒരു 6-ാം അധ്യായം ഉണ്ടാകില്ല. 5-ാം അധ്യായത്തിൽ വെച്ച് വെളിപ്പാട് പുസ്തകം തീരും. മുദ്ര പൊട്ടാൻ തുടങ്ങിയപ്പോഴാണ് ബാക്കി കാര്യങ്ങൾ വെളിപ്പെടാൻ തുടങ്ങിയത്. ഞാനതിനെ ആത്മീകവൽക്കരിച്ച് പറയുകയാണ്. 1000 സ്ഥലത്ത് നമ്മൾ കയറിയിറങ്ങിയാലും മുദ്ര പൊട്ടിക്കാൻ ആളില്ലാത്തിടത്ത് പോയാൽ എന്നും കരയാം, അത്രയേ ഉള്ളൂ. പക്ഷെ ആവശ്യക്കാരൻ കരയാൻ തുടങ്ങിയപ്പോൾ ആരും പറയാതെ, ആരും വിളിക്കാതെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ 24 മൂപ്പന്മാരുടെ നടുവിൽ, 4 ജീവികളുടെ നടുവിൽ നിൽക്കുന്നു കുഞ്ഞാട്. സ്തോത്രം. അപ്പോൾ കുഞ്ഞാടിൻ്റെ മറ നീക്കിയത് നിന്റെ കണ്ണീരാണ്, നിന്റെ തേങ്ങലാണ്. നിന്റെ വീട്ടിൽ യേശു വെളിപ്പെടും. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ യേശു വെളിപ്പെടും. നിന്റെ തലമുറയുടെ ബന്ധനം അഴിക്കാൻ യേശു വെളിപ്പെടും. നിന്റെ ഭാവിയുടെ മുദ്ര പൊട്ടിക്കാൻ യേശു വെളിപ്പെടും. ഈ കുഞ്ഞാട് വെളിപ്പെടും. അതിനാരെയും കൂട്ടുപിടിച്ചിട്ട് കഥയില്ല. അതിന് നിന്റെ കണ്ണീരും പ്രാർത്ഥനയും നിന്റെ നിലവിളിയും ദൈവ കുഞ്ഞാടിനെ വെളിപ്പെടുത്തും. സ്തോത്രം. ഹല്ലേലൂയ. മറഞ്ഞിരിക്കാൻ വേണ്ടി വന്നവനാ യേശു. വീട്ടുകാരോട് പറഞ്ഞു, ആര് വന്നാലും വാതിൽ തുറക്കണ്ട, ഞാനിവിടെ ഉണ്ടെന്ന് പറയണ്ട, അതല്ലേ മറഞ്ഞിരിക്കാന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ മറഞ്ഞിരിക്കാൻ വേണ്ടി വന്നവനാ. പക്ഷേ സ്തോത്രം, സാധിച്ചില്ല. ആരും അറിയാതെ മറഞ്ഞിരിക്കാൻ വേണ്ടി വന്നവന് സാധിച്ചില്ല. കരയുന്നവരുള്ളിടത്തോളം കാലം കർത്താവിന് വെളിപ്പെട്ടേ പറ്റൂ. ദൈവത്തിൻ്റെ കാൽക്കൽ വീടുന്നവരുള്ളിടത്തോളം കാലം കർത്താവിന് രംഗത്ത് വന്നേ പറ്റൂ. നിന്റെ വീട്ടിലേക്ക് ഈ ദൂത് കൊണ്ടോണം. വീട്ടിൽ ചെന്ന് കയറിയിട്ട് നീ സ്തോത്രം ദൈവസന്നിധി പറയണം, എൻ്റെ വീട്ടിൽ അങ്ങ് വെളിപ്പെട്ടേ പറ്റൂ. എൻ്റെ വിഷയം തീരാൻ അങ്ങ് വെളിപ്പെട്ടേ പറ്റൂ. ഞാൻ കരഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യത്തിന് പരിഹാരം വരാൻ അങ്ങ് മറഞ്ഞിരുന്നാൽ ഒക്കത്തില്ല. അങ്ങയെ മറഞ്ഞിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങ് മാറിയിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ദൈവം വെളിപ്പെട്ടേ പറ്റൂ. യോഹന്നാനെ പോലെ കരഞ്ഞാൽ എൻ്റെ വിഷയത്തിൽ അവൻ വെളിപ്പെടും. അതൊരാമുഖം പോലെ പറഞ്ഞിട്ട് ബാക്കി ഒരു 8-10 മിനിറ്റോടെ ഞാൻ ആ കനാന്യ സ്ത്രീയെക്കുറിച്ച് മത്തായിയിൽ വായിച്ച ചില കാര്യങ്ങൾ പറയാം. സ്തോത്രം. എന്നിട്ട് നമുക്ക് അവസാന ഭാഗത്തേക്ക് വന്ന് സ്തോത്ര കാഴ്ച എടുക്കുകയും ചെയ്യാം. ആ വാക്കുകൾ ഒത്തിരി ശ്രദ്ധിച്ചിട്ടുള്ളതാണെങ്കിലും നിങ്ങൾ ഓർത്തേ, സ്തോത്രം, മറഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? അവൾ വന്നു. സ്തോത്രം. അവൾ വന്നു. അവിടെ എഴുതിയിരിക്കുന്ന ഈ വാക്ക് കണ്ടോ? സ്തോത്രം. മത്തായിയും കൂടി ചേർത്ത് വായിക്കാം. 21-ാമത്തെ വാക്യം 25 യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നു. ആ വാക്ക് കണ്ടോ? അവൾ എന്ത് ചെയ്തു? കനാന്യ സ്ത്രീ വന്നു. സ്തോത്രം. യേശു മറിഞ്ഞിരിക്കുക ഒരു വീട്ടിൽ. എങ്ങനോ മണത്തറഞ്ഞവൾ. അവളുടെ ജാതീയ സിറ്റുവേഷനും അവളുടെ മതത്തിൻ്റെ കെട്ടുകളും സ്തോത്രം അവളുടെ പശ്ചാത്തലങ്ങളും എല്ലാം വിട്ടിട്ട് അവൾ ഈ വീടിൻ്റെ പരിസരത്ത് യേശു ഉള്ളിടത്ത് വന്നു. സ്തോത്രം. വളരെ ദൂരം നടന്ന് വയ്യാത്തൊരു കുഞ്ഞിനെ വീട്ടിലിട്ടിട്ട്, കുഞ്ഞിനെന്താ പ്രശ്നം? ഭൂതോപദ്രവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. ആളെ വയലൻ്റാക്കും, ചിലപ്പോൾ ഉപദ്രവിക്കും, ചിലപ്പോൾ വസ്ത്രം ധരിക്കുകയില്ല, ചിലപ്പോൾ മാന്തിപ്പറയ്ക്കും, ചിലപ്പോൾ സ്തോത്രം ബഹളം വയ്ക്കും, ചിലപ്പോൾ ഓടിക്കളയും, ചിലപ്പോൾ കെണ്ടിച്ചാടും. എന്താണെന്ന് പറയാൻ പറ്റിയല്ല ഭൂതം കയറിയാൽ. അങ്ങനെ ഒരു കൊച്ചിനെ, ഒരു പെൺകൊച്ചിനെ നോക്കണമെങ്കിൽ അമ്മ തന്നെ വേണം, അല്ലേ? ചിലതരം രോഗം വന്നാൽ അതിന് സ്തോത്രം അമ്മ തന്നെ വേണം, അല്ലാതെ പറ്റില്ല. ഈ രോഗത്തിന് വേറെ പറ്റിയല്ല. പക്ഷേ ഇപ്പം ഈ അമ്മയുടെ പ്രശ്നമാണെന്നറിയാമോ? ആ വീട്ടിൽ നിന്ന് യേശുവിനെ തപ്പിപ്പോകാൻ അമ്മയുള്ളൂ, കൊച്ചിനെ നോക്കാനും
അങ്ങനെ കുറേ അമ്മമാരുണ്ട്. സ്തോത്രം. മനസ്സിലായി? ഇത് രണ്ടിനും ആരേ ഉള്ളൂ? അമ്മയേ ഉള്ളൂ. ഇപ്പം അവിടെ ഒരു പ്രയോറിറ്റി വന്നു. എന്താ പ്രയോറിറ്റി? കൊച്ചെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുവാണെങ്കിൽ കൊച്ചു കെൻ്റെ ചാടിയല്ല, ശരിയല്ലേ? കൊച്ചു ഗ്യാസ് അഴിച്ചിട്ട് തീ കൊടുക്കുകയല്ല. കാരണം ഭ്രാന്തല്ലേ അതിന്? അയ്യോ, നിങ്ങൾക്കല്ലല്ലോ, ആ കൊച്ചിനല്ലേ പ്രശ്നം. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അതിനല്ലേ പ്രശ്നം. അപ്പോൾ ഈ കൊച്ചിനെ നോക്കി അവിടെ ഇരുന്നാണെങ്കിൽ ഞാനില്ലെങ്കിൽ എന്ത് ചെയ്യല? എൻ്റെ പാസ്റ്ററെ, ഞാനില്ലെങ്കിൽ അവൾ കഴിക്കുകയല്ല. നീ അവിടെ ഇരുന്നോ, നീ അവിടെ ഇരുന്നോ. ഞാനില്ലെങ്കിൽ അവൾ കുളിക്കുകയല്ല, കുളിപ്പിച്ചോ. ഇവിടെ പ്രയോറിറ്റി വന്നു. ശരിയാണ് അമ്മ പറയുന്നത്. 16 വയസ്സുള്ള പെങ്കൊച്ചാണ്, അപ്പൻ്റെ കയ്യിലൊന്നും നിൽക്കുകയല്ല. അപ്പൻ അവിടെ കാണും. ഈ കേസിൽ ഞാനില്ലാതെ പറ്റിയല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പം അതൊന്നും വേണ്ട. ചിലതരം രോഗത്തിന് അമ്മ കൂടെ നിൽക്കണമെന്ന്. സ്തോത്രം. ഇപ്പം പറ്റിയല്ല. അപ്പം ഇവള് തീരുമാനിച്ചു എന്തോ വേണം. ഞാൻ ഇവിടെ നിന്ന് അപ്പനെ വിട്ടാൽ എന്താവും? ഞാൻ സഹോദരന്മാരോട്, നിങ്ങൾ പലരും വന്നിരുന്ന പോലെ ഇവിടെ സർവേക്കല്ലിൽ ഇരുന്ന പോലെ ഇരുന്നിട്ട് അയാൾ പോവും. കൊച്ചിൻ്റെ ഭ്രാന്ത് ആയസി തീരുകയില്ല. സത്യമായി പറയുന്നു. ഇവർ ബുദ്ധിമുട്ടി. ഞാനുള്ളൂ, അയാളുണ്ട്, പക്ഷെ ഞാനുള്ളൂ. അപ്പം അവൾ തീരുമാനിച്ചു എന്താണെങ്കിലും യേശുവിൻ്റെ അടുക്കലല്ലേ പോകുന്നത്. ഒരര ദിവസത്തെ പണിയാണ്. ഇന്നിപ്പോൾ സഭാഗത്തിന് വന്നത് ഒരു 1/2 ദിവസത്തെ പണി. 1/2 ദിവസമല്ല. സ്വത്രം. ഞങ്ങൾ ഡോക്ടറൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുക. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ 5:30 6 കഴിഞ്ഞ ദിവസം ഞാനും പിള്ളേരും കൂടി തിരുവനന്തപുരത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ സ്വതന്ത്രം പിള്ളേരോട് ചോദിച്ചു, എൻ്റെ പപ്പ ഡോക്ടറെങ്കിൽ ഇത്രയും ദൂരെ നിന്നാണ് വരുന്നതെങ്കിൽ അവിടെ ചെല്ലുമ്പോഴേക്കും എന്തോ ഇത്ര. ഞാൻ പറഞ്ഞു സ്വതന്ത്രം. അവൾ എന്നോട് ചോദിച്ചു, കേട്ടോ ഡോക്ടറെ, ഇവരെന്നോട് ചോദിച്ചു ഈ സഭയിൽ നിന്ന്, ഡോക്ടറെ സ്വതന്ത്രം അവിടെ എങ്ങും സഭയില്ലേ എന്ന്. ഇവരെ ഞാൻ നിങ്ങളിവിടെ വരുത്താൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുമ്പോൾ ഇവർ ചോദിക്കുക അവിടെ എങ്ങും സഭയില്ലേ എന്ന്. സ്വതന്ത്രം. അങ്ങനെയുള്ള ആൾക്കാർ ഇതിനകത്ത് ഇനിയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എവിടെ നിന്നെങ്കിലും ഇവിടെ ആളെ വരുത്താൻ നോക്കുമ്പോൾ ഞാൻ അറിയാതെ ഇവിടെ ഇരുന്നുകൊണ്ട് ചോദിക്കുക അവിടെ എങ്ങും സഭയില്ലേ. അവിടെയൊക്കെ സഭയുണ്ട്. സ്തോത്രം. പക്ഷേ കർത്തൃദാസന്മാർ ഓർപ്പിച്ച പോലെ എന്തോ ഇതിനകത്തുണ്ട്. അപ്പം ഇന്ന് നിങ്ങൾ ചിലർ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴേക്കും മിക്കവാറും ഒരു ദിവസം തീരും. അപ്പൊ ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ കണ്ട് ഈ കാര്യം നടത്തി പോകുമ്പോൾ 1/2 ദിവസം തീരും. ഈ 1/2 ദിവസം പ്രശ്നത്തെ അപ്പനെ ഏൽപ്പിച്ചിട്ട് ഞാൻ യേശുവിൻ്റെ അടുക്ക പോണോ, അതെയോ പ്രശ്നത്തെ ഞാൻ നോക്കിയിരുന്നിട്ട് അപ്പനെ യേശുവിൻ്റെ അടുക്ക വിടണോ? അവിടെ അപ്പനോട് പറഞ്ഞു, ഇവള് ബഹളം ഉണ്ടാക്കിയത് ഇത്രയൊക്കെ ഉള്ളൂ. അത് കുറച്ച് നാട് പരിചരിച്ചുകൊണ്ട് മനസ്സിലായി ഇവിളി കയറിയ ഭൂതം ഇത്രയൊക്കെ ഉള്ളൂ. സ്തോത്രം. ഇവളി കാണിക്കുന്ന കൂടെ അതിനപ്പുറത്തേക്കില്ല. ഇത് നോക്കിക്കൊണ്ടിരുന്നാൽ ഒരിക്കൽ പോലും നമ്മുടെ കുടുംബം വിടുവിക്കപ്പെടുകയില്ല. അവൾ വളരെ ദൂരത്ത് നിന്ന് മണിക്കൂറുകൾ ചെലവഴിച്ച് അവളുടെ മനസ്സിൽ അവളുടെ സ്തോത്രം മുൻഗണന വീട്ടിലിരിക്കുന്നതല്ല, കൊച്ചിനെ നോക്കുന്നതല്ല. സ്തോത്രം. ഹല്ലേലൂയ. കൊച്ചിനെ നോക്കുന്നതല്ല, വിഷയമല്ല, ഭൂതമല്ല. സഭായോഗത്തിന് വിടാതിരിക്കാൻ വേണ്ടി ആരെങ്കിലും ഭൂതം കയറി അവിടെ ഇരിക്കും. അവർക്ക് കാവലിരുന്നാൽ ആയുഷ്കാലം മുഴുവൻ നീ അവിടെ ഇരിക്കും. അവള് തീരുമാനിച്ചു യേശുവിൻ്റെ അടുക്കപ്പോ. മുൻഗണന എന്തിനു കൊടുക്കുന്നോ അവിടെ നിന്ന് വിടുതൽ ആരംഭിക്കുകയാണ്. ഇന്ന് നിങ്ങളോട് പറയുന്നു, 1000 വിഷയങ്ങൾ അവിടെ കണ്ടേക്കാം. വരാതിരിക്കാൻ, പോകാതിരിക്കാൻ, ഇത്രയും ദൂരം ചെല്ലാതിരിക്കാൻ, യേശുവിനെ കാണാതിരിക്കാൻ, യേശു മറഞ്ഞിരിക്കുന്നവനെ പുറത്തു വരുത്താതിരിക്കാൻ 1000 വിഷയങ്ങൾ പിശാചും ഭൂതവും കൂടി അവിടെ ഉണ്ടാക്കിയേക്കാം. അതും പൊന്നിപ്പൊതിഞ്ഞവിടെ ഇരുന്നാൽ എന്നും ഒരുപോലെ ഇരിക്കാം. സ്തോത്രം. ചിലപ്പോൾ കൊച്ചിലായിരിക്കുകയല്ല, ചിലപ്പോൾ ആരെങ്കിലും ആയിരിക്കും, ചിലപ്പോൾ അടുത്ത വീട്ടിലെ നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളായിരിക്കും. ഇവിടെ ആരൊക്കെ വരുന്നുണ്ട്, ഇവരെവിടാ യോഗത്തിന് പോകുന്നത്, അവർക്കാ ഭൂതം. സ്തോത്രം. കൊച്ചിനല്ല, വെറുതെ. സ്തോത്രം.
ഇപ്പോൾ കൂടെ വെണ്ണിക്കുളത്ത് ആരാണ്ടും വരുന്നേ, അവർക്കാ ഭൂതം. അതും കേട്ടുകൊണ്ട് നിങ്ങൾ പേടിച്ചവിടെ ഇരുന്നാൽ നിങ്ങളുടെ കൊച്ചു കുറേയും കൂടി കഴിയുമ്പോൾ ഇത് കൂടി വരും. നിങ്ങളിവിടെ വന്നത് കൃത്യസമയത്താണ്. ദൈവം നിങ്ങളിവിടെ എത്തിച്ചതാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കിനി അവൻ മറഞ്ഞിരിക്കില്ല. നീ എന്ത് വിട്ടിട്ടാണ് വന്നത്? നീ എന്ത് വില കൊടുത്തിട്ടാണ് വന്നത്? നീ നിന്റെ ഭാരം ആരെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്? നീ എന്തുറപ്പിലാണ് വരുന്നത്? നീ എന്തിനാണ് മുൻതൂക്കം കൊടുത്തത്? നിന്റെ പ്രയോറിറ്റി എന്താണ്? ഇത് മുഴുവൻ അറിയുന്നവന് ഇനി അകത്ത് മറഞ്ഞിരിക്കാൻ പറ്റുമോ? ഇനി മറഞ്ഞിരിക്കാൻ പറ്റുമോ? നിന്റെ മനസ്സറിയുന്ന ദൈവം, നിന്റെ കുടുംബ പശ്ചാത്തലം അറിയുന്ന ദൈവം, നീ ആരെയൊക്കെ പേടിച്ചാണ് ആരും അറിയാതെ ഇവിടെ വന്നതെന്നറിയുന്ന ദൈവം, നീ ആരെയൊക്കെ തള്ളി മാറ്റിയിട്ടുകൊണ്ടാണ് യേശുവിനെ കാണാൻ വന്നതെന്ന് അറിയുന്ന ദൈവം, ആ ദൈവത്തിന് നിന്റെ മുമ്പിൽ ഇനി മറഞ്ഞിരിക്കാൻ പറ്റുമോ? എന്റെ ദൈവം നിന്നോട് ചോദിക്കുന്നു, എനിക്ക് ഇത്രയും ത്യാഗം സഹിക്കുന്ന, ഇത്രയും വേദന സഹിക്കുന്ന, ഇത്രയും ഹല്ലേലൂയ നൊമ്പരപ്പെടുന്ന, ഇത്രയും ഭാരപ്പെടുന്ന നിന്റെ മുമ്പിൽ ഇനി എനിക്ക് മറഞ്ഞിരിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, സ്തോത്ര ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയുന്നു, ഈ സഭയ്ക്കകത്ത് കുഞ്ഞാടിനെ വെളിപ്പെടുത്തുന്നത്, ഞാൻ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാവരും ഒരുപോലെ കണ്ടുകൊണ്ട് പറയാം, കുഞ്ഞാടിനെ വെളിപ്പെടുത്തുന്നത് ഇവിടുത്തെ പാട്ടുകാരല്ല, ഇവിടുത്തെ പ്രഭാഷകരല്ല, ഇവിടുത്തെ സംഘാടകരല്ല, ഇവിടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നവരല്ല, ഇവിടുത്തെ വോളണ്ടിയേഴ്സ് അല്ല. പിന്നെ ആരാണ് ഇവിടെ കുഞ്ഞാടിനെ വെളിപ്പെടുത്തുന്നത്? യേശു ഇവിടെ വന്നത് ഇതുപോലെ വില കൊടുത്ത് ഇവിടെ വരുന്ന ചിലരുണ്ട്. പ്രശ്നങ്ങളെ തള്ളി മാറ്റിക്കൊണ്ട്, പ്രതിയോഗിയെ തള്ളി മാറ്റിക്കൊണ്ട് പോണെങ്കിൽ എസ്തർ പറഞ്ഞതുപോലെ മരിക്കണമെങ്കിൽ മരിക്കട്ടെ. ആരെന്തും പറയണമെങ്കിൽ പറയട്ടെ. അവര് പോയി പറഞ്ഞു കൊടുക്കണമെങ്കിൽ പറഞ്ഞു കൊടുക്കട്ടെ. അതൊക്കെ അറിഞ്ഞോണ്ട് വില കൊടുത്ത് വന്നവൻ വരുമ്പോൾ യേശുക്രിസ്തുവിന് ഒരു തരം VIP ചമഞ്ഞകത്തിരിക്കാൻ പറ്റുമോ? സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ശുപാർശ ചെയ്യുന്നു, നിങ്ങൾ കർത്താവിനെ മറച്ചു വെക്കുന്നവരാകരുത്. നിങ്ങൾ കർത്താവിനെ പുറത്തു കൊണ്ടുവരുന്നവരാകണം. ഇന്നത്തെ സന്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ കാര്യം പിടികിട്ടുന്നുണ്ടല്ലോ. നീ തകരുമ്പോൾ യേശു മറഞ്ഞിരിക്കില്ല. നീ ദീർഘദൂരം നിന്റെ കുഞ്ഞിനെ, സ്തോത്രം, ആരെ ഏൽപ്പിച്ചെന്ന് എനിക്കറിയില്ല. സ്തോത്രം, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇവരെയൊക്കെ കാണുമ്പോൾ ചോദിക്കാൻ വേണ്ടി എൻ്റെ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സ്തോത്രം, ഇതുപോലത്തെ കുറേ പേര് ചുമ്മാ പറയുന്നതല്ല. വേദോസ്തം വായിക്കുമ്പോൾ നിനക്ക് പേടിയില്ലായിരുന്നോ? ആളുകൾ എന്തെങ്കിലും പറയും, നിന്റെ മതം നിന്നോടൊന്നും പറയൂലേ, നിന്റെ ആചാര്യന്മാർ മറ്റവരൊന്നും പറയൂലേ. ഇതൊന്നും അവക്കിപ്പോൾ വിഷയമല്ല. ഒക്കെ യേശുവിനെ, സ്തോത്രം, വെളിപ്പെടുത്തണം. എൻ്റെ വീട്ടുകാർ വല്ലതും പറയും, ആങ്ങളെ വല്ലതും പറയുമെന്ന് എനിക്ക് വിഷയമല്ല. ഞാനതൊക്കെ രണ്ടാം കാര്യമാക്കി. എൻ്റെ പ്രയോറിറ്റി യേശുവിനെ കാണുക എന്നുള്ള. ഒന്ന് രണ്ട് പേരുടെ വേഗത്തിൽ പറയാം. സ്തോത്രം, ഒന്ന് രണ്ട് പേരുടെ വേഗത്തിൽ പറയാം. അവിടെ വന്ന് കർത്താവിൻ്റെ കൂടെ എങ്ങനെ നടക്കുക. ഞാനിങ്ങനെ പറയാം, മകൾക്ക് വേണ്ടി എത്ര ദൂരം നടക്കാനും, എന്തും പുറത്തേക്ക് തള്ളി മാറ്റിയിടാനും, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറേ നാളായിട്ട് ഇതുപോലെ അലഞ്ഞു നടക്കുന്ന ഏതെങ്കിലും അമ്മമാരോ അപ്പന്മാരോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ദൈവം പറയുന്നത്, നിങ്ങളുടെ ആയുസ്സിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങൾ നിങ്ങളുടെ മകളുടെ പ്രായത്തിലായിരുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുക, അപ്പനും ചിന്തിക്കുക, അമ്മയും ചിന്തിക്കുക, അന്ന് ഈ വക പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. സ്തോത്രം, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നമൊന്നും വന്നില്ല. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ചേർത്ത് നിർത്തി, നിങ്ങളെ കരുതി. പക്ഷെ നിങ്ങളുടെ മോളുടെ വിഷയം വന്നപ്പോൾ, മോൻ്റെ വിഷയം വന്നപ്പോൾ നിങ്ങൾ തകർന്നു. നിങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾ ഓടുന്നേ, നിങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾ ഈ ത്യാഗം സഹിക്കുന്നേ. ഞാൻ ഈ അമ്മയെ ഇന്നലെ രാത്രി മുതൽ പ്രത്യേകം ശ്രദ്ധിക്കുക. എത്രയോ പ്രാവശ്യം ഞാൻ തുടക്കം പറഞ്ഞതുപോലെ ഈ ഭാഗം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് കഴിഞ്ഞ രാത്രി സന്ധ്യയോടെ കൂടി, സ്തോത്രം, ഞാൻ മറ്റൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയിരിക്കുകയായിരുന്നു. ഒരുങ്ങിയിരുന്ന്
ഇന്നത്തേക്ക് സഭായോഗത്തിന് ഒട്ടും സമയമില്ലാത്ത ദിവസങ്ങളാണ്. സഭായോഗത്തിന് ഇവിടെ വന്നിട്ട് വായിച്ച് ധ്യാനിക്കാൻ സമയം കിട്ടിയ ഞാൻ വന്നപ്പോൾ തന്നെ രാത്രി 12-1 മണിയായി. രാവിലെ 5 മണിക്ക് 6 മണിക്ക് പവർ സ്റ്റേഷനിൽ പോകണം. അവിടെ പോയിട്ട് പിന്നെ തിരിച്ച് പിന്നെ ഇവിടെ കയറി. എപ്പോഴാണ് ഇതിനൊക്കെ ധ്യാനിക്കാൻ സമയം കിട്ടുന്നത്? വൈകുന്നേരം ഒരു വാക്യെങ്കിലും നോക്കി വെക്കാന്നപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് പറഞ്ഞു, ഇന്ന് എൻ്റെ സഭയിൽ പറയാനുള്ളത് ഈ അമ്മയെക്കുറിച്ചാണ്. ഞാൻ പറഞ്ഞു, ഈ അമ്മയെക്കുറിച്ച് എന്തോരം പറഞ്ഞതാ, എന്നും ഈ അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ അവരെന്തോ വിചാരിക്കും. ഇന്ന് വരെ പറയാത്തത് ഇന്ന് വരുന്ന അമ്മമാരോടും അപ്പന്മാരോടും പറയണം. അതപ്പം ഞാൻ പറയുന്നേ. സ്തോത്രം. ഈ അമ്മ വിവാഹം കഴിച്ചപ്പോൾ ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഈ മോളുടെ പ്രായത്തിൽ ഈ അമ്മ പുലിക്കുട്ടിയെ പോലെ നടന്നതാ. പക്ഷെ ഇന്ന് അവൾ ഒതുങ്ങിപ്പോയി. അവക്ക് വേണ്ടി പട്ടണങ്ങൾ താണ്ടി യേശുവിനെ കാണാൻ വേണ്ടി വന്ന അമ്മ. രണ്ടാമത് ആ വാക്കുകൾ വായിക്കുമ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സ്തോത്രം. വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. അവിടെ എഴുതിയിരിക്കുന്ന മത്തായിയിൽ അവൾ പിറകെ നടന്ന് നിലവിളിച്ചെന്ന്. ആർക്ക് വേണ്ടി? അവൾ പറയും, എൻ്റെ അച്ഛൻ എന്നെ കരയിപ്പിക്കാൻ വിട്ടിട്ടില്ല, എൻ്റെ അപ്പൻ ആരുടെ മുമ്പിൽ കരയാൻ എന്നെ സമ്മതിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ നടന്ന് കരയുന്നെങ്കിൽ മോളോട് പറയണം, നിനക്ക് വേണ്ടിയിട്ടാ. നിനക്ക് വേണ്ടിയിട്ടാ. 10-12 പുരുഷന്മാർ അധികായന്മാർ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ചെന്ന് പരിസരം മറഞ്ഞ് നിലവിളിക്കണമെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാ? തലമുറയ്ക്ക് വേണ്ടി കരയവള്. പരസ്യ സ്ഥലത്ത് ആളുകളെ നോക്കാതെ നിലവിളിച്ച് പുറകെ നടന്ന് നിലവിളിക്കുക. സ്തോത്രം. നിലവിളിക്കുക. മൂന്നാമത്തത് മത്തായി എഴുതിയില്ല, മർക്കോസ് പിന്നെ നിങ്ങൾ വായിച്ച അവിടെ എഴുതിയിരിക്കുന്നു, യേശു ഒന്നും മിണ്ടിയില്ല. ശിഷ്യന്മാർ എന്നിട്ട് പറഞ്ഞു, അവൾ കുറേ നേരമായി നടക്കുന്നത്, യേശു ഒന്നും മിണ്ടിയില്ല. മിണ്ടാതിരുന്ന സമയത്ത് ഇവള് ചെന്നിട്ട് വീണ്ടും അവിടെ എഴുതി, ഇന്ന് ഞാൻ ബോക്സ് വരച്ചിട്ടിരിക്കുക. 24-ാമത്തെ വാക്യം, ഇസ്രായേൽ ഗൃഹത്തിൽ കാണാതെ പോയ ആളുകളുടെ അടുക്കലേക്ക് ഞാൻ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ മത്തായി, എന്നാൽ അവൾ വന്ന് മതി നോക്കി പതുക്കെ വായിച്ചു വിടും, എന്താ നമുക്ക് പിടികിട്ടുള്ളൂ. സ്തോത്രം. എന്താ എഴുതിയിരിക്കുന്നത്? എന്നാൽ അവൾ വന്ന്. മിക്കവാറും ആ വാക്ക് അവളെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാ. എന്താ പറഞ്ഞേ? കർത്താവേ, എന്നെ സഹായിക്കണമേ. സ്തോത്രം. അല്ല, സ്തോത്രം. നോക്കി, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആളുകളുടെ അടുക്കലേക്കല്ലാതെ ആടുകളുടെ അടുക്കലേക്ക് ഞാൻ വന്നിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ആ വാക്ക് മതി അടുത്ത ഓട്ടോ വിളിച്ച് അവൾ വീട്ടിൽ പോകാൻ. പക്ഷെ അന്നേരം എന്താ എഴുതിയിരിക്കുന്നത്? എന്നാൽ അവൾ വന്ന്. കേട്ടോ, എന്താ എഴുതിയിരിക്കുന്നത്? പോകാൻ വേണ്ടി പറഞ്ഞതാ. ചില ആൾക്കാരോട് പോകാൻ വേണ്ടി നമ്മൾ പറയും, ഞാൻ മിക്കവാറും പറയും, സ്തോത്രം, വന്നിട്ട് പോവുകയല്ല. അപ്പോൾ പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് പൗരുഷം വരെ പോകണം. എന്തിനാ അങ്ങനെ പറഞ്ഞേ? പോകാൻ വേണ്ടി പറഞ്ഞ്. ഇതെല്ലാം പഠിച്ചോളൂ. സ്തോത്രം. കേട്ടെ? സ്തോത്രം. ഇത് യേശു എന്തിനു പറഞ്ഞ? ശിഷ്യന്മാർ എന്നിട്ട് പറഞ്ഞു, കുറേ നേരമായിട്ട് നടക്കുന്ന ഒരാൾ പുറകെ നടക്കുന്ന, എൻ്റെ പേരിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വിട്. യേശു ഇതുവരെ കാണാത്തൊരു യേശുവിനെ അന്നേരം നമ്മൾ കാണുക, ഒരിക്കലും കാണുക. കാരണം ചിലപ്പോൾ സ്വഭാവം അങ്ങ് മാറിക്കളയുക. യേശു ഇതുവരെ മനുഷ്യരെ കാണാത്തോടെ സംസാരിക്കുക. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആളുകളുടെ അടുക്കലേക്കാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്നാ? അടുത്ത ഓട്ടോയ്ക്ക് പോകാൻ നോക്ക്, അതല്ലേ എൻ്റെ അർത്ഥം. അപ്പം അവിടെ എന്താ ചെയ്തേ? അവിടെ എന്താ ചെയ്തേ? അവൾ വന്നു. യേശു പോകാൻ വേണ്ടി ചെയ്തപ്പോൾ അവൾ വന്നു. ആദ്യത്തെ വാക്യത്തിൽ അവൾ വന്നതാണ്, പോകാൻ വേണ്ടി. പിന്നെ എന്ത് ചെയ്യുക? വന്നു. വന്നിട്ട് അവിടെ എഴുതിയിട്ടില്ല, മർക്കോസ് എഴുതിയിട്ടുണ്ട്, അവൾ വന്നിട്ട് കാലക്കലേക്ക് വീണു. പരസ്യ സ്ഥലത്ത്, ഇതുപോലത്തെ റോട്ടിൽ ആൾക്കൂട്ടമുള്ള സ്ഥലത്ത് അവൾ കാലെ വീഴുക. ആർക്ക് വേണ്ടി വീഴുന്നേ? അവിടെ ചോദിച്ചാൽ പറയും, ഞാൻ അവിടെ പേഴ്സണലി ചോദിച്ചാൽ പറയും, എൻ്റെ ആയുസ്സിൽ ഞാൻ ആരുടെയും കാൽക്കൽ എനിക്ക് വേണ്ടി വീണിട്ടില്ല, വീഴാൻ സമ്മതിച്ചിട്ടില്ല. എൻ്റെ അപ്പൻ ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളെ ആരുടെയും കാൽക്ക് വീഴിച്ചിട്ടില്ല. എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്ന കാലത്ത് ആരുടെയും കാൽക്ക് വീഴിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ കാലെ വീണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടല്ല, നിലവിട്ട് സ്ഥിതി വിട്ട് ഇന്ന് വരെ എനിക്ക് വേണ്ടി ചെയ്യാത്തത് ഞാൻ അവക്ക് വേണ്ടി ചെയ്യുക.
എൻ്റെ മോന് വേണ്ടി ചെയ്യുക, എൻ്റെ മോക്ക് വേണ്ടി ചെയ്യുക. സ്തോത്രം. പരസ്യ സ്ഥലത്ത് പോയി കാലെ പിടിച്ചു. കാലെ പിടിച്ചിട്ടും യേശു കട്ടിയാവുക. കാലെ കെട്ടിപ്പിടിച്ചൊരു സ്ത്രീ പരസ്യ സ്ഥലത്ത് കാലെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ കരുണയില്ലാത്തവനെ പോലെ യേശു പറയുന്നു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുകയില്ല. അതിനർത്ഥം അവൾ നാണം കെട്ടു. നാണം കെട്ടു. ആർക്ക് വേണ്ടിയാ നാണം കെടുന്നേ? സ്തോത്രം. നാണം കെടുന്നേ. നിങ്ങൾ പഠിക്കുന്ന കാലത്ത് നിങ്ങൾ വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇപ്പം ആർക്ക് വേണ്ടിയിട്ടാ കടക്കാടൻ പണയപ്പെടുത്തുന്നേ? അതുകൊണ്ട് നിങ്ങൾ വിദ്യാഭ്യാസ ലോൺ എടുക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾ തുണി വിരിച്ച് കാശ് മേടിച്ചാണോ കഴിഞ്ഞേ? അല്ല. ഒരുമാതിരി നല്ല കളിയാണൊക്കെ നടന്നില്ലേ? ഒരുമാതിരി കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ നടന്നില്ലേ? ജോലിയുള്ളവരുണ്ടായിരുന്നില്ലേ? പക്ഷെ ഇപ്പോൾ ഈ കാലയിൽ വീഴുന്നതും ഈ അപമാനിക്കപ്പെടുന്നതും ഇത് മുഴുവൻ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ പിള്ളേരിത് കേട്ടായിരുന്നെങ്കിൽ, ഈ ഓൺലൈനിലൊക്കെ കേൾക്കുന്ന കുടുംബത്തിലെ സന്തതികളിത് കേട്ടായിരുന്നെങ്കിൽ, മക്കളിത് കേട്ടായിരുന്നെങ്കിൽ, മക്കൾക്ക് വേണ്ടി നാണം കിടന്നൊരമ്മയത് കാൽക്കൽ പോയി വീഴുക. കിലോമീറ്ററുകൾ പ്രാർത്ഥനയ്ക്കെന്നും പറഞ്ഞ് നടക്കുക. എല്ലാ എൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വരുന്ന എല്ലാ അമ്മമാരെയും നോക്കി അവർക്ക് വേണ്ടിയിട്ടല്ല. അവർക്ക് ഏതാണ്ടൊക്കെ രോഗമുണ്ട്. അവർ പറഞ്ഞു അതൊന്നും സാരമല്ല പാസ്റ്ററെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരവരുടെ നൊമ്പരങ്ങൾ മറക്കുക, അവരുടെ ഭാരങ്ങൾ മറക്കുക. അവരുടെ കാലത്ത് അങ്ങനെ സംഭവിച്ചിട്ടില്ല. നാണം കെട്ടു, സ്തോത്രം, തള്ളപ്പെട്ടു, കാൽക്കൽ വീണു, ഇതെല്ലാം കഴിഞ്ഞു. അവസാനം നമ്മൾ വായിച്ച വാക്യം വായിച്ച നിങ്ങളുടെ സന്തോഷത്തോടെ പറഞ്ഞു വിടുക, നിങ്ങളുടെ നാണംകടൽ, ഞാൻ ആ വാക്കുപയോഗിക്കുന്നത് തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ഈ ദിവസങ്ങളൊക്കെ പിടിച്ചു നിൽക്കാൻ, നിങ്ങളുടെ കയ്യിൽ നന്മ പോകാതിരിപ്പാൻ, നിങ്ങളുടെ ഭർത്താവും മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദിക്കപ്പെടാതിരിപ്പാൻ, നിങ്ങൾ നാണം കിടന്നത് മറ്റാരും അറിയുന്നില്ലെങ്കിലും സ്വർഗം അറിയുന്നുണ്ട്. അവന് മറഞ്ഞിരിക്കാൻ പറ്റില്ല. നിന്റെ മുമ്പിൽ ഇനി യേശുവിന് മറഞ്ഞിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ ഈ ഓൺലൈനിൽ ആരൊക്കെയുണ്ട് അവർക്ക് വേണ്ടി പങ്കുവയ്ക്കുക. സ്തോത്രം. കഴിഞ്ഞ രാത്രി മുതൽ ഈ ദൂത് ഞാൻ ധ്യാനിച്ചും വായനും സമയം കിട്ടിയില്ല. പക്ഷെ ഇതെൻ്റെ ഉള്ളിക്കരസം എന്തോരം കരഞ്ഞെന്ന് എനിക്കറിയില്ല. നിങ്ങളെ ആരെയും ഓർത്തുകൊണ്ടല്ല, യേശുവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ കരുതൽ. ഓരോ ഭാഗം വായിക്കുമ്പോൾ യേശു ആരാന്നറിയുമ്പോൾ, കരയുന്നവർക്ക് വേണ്ടി യേശു എന്ത് ചെയ്യുന്നറിയുമ്പോൾ, ദൂരത്തുനിന്ന് ദൈവത്തെ തേടി വരുന്നവർക്ക് വേണ്ടി യേശു എന്ത് ചെയ്യുന്നറിയുമ്പോൾ, കർത്താവിന് വേണ്ടി സ്തോത്രം, തലമുറയ്ക്ക് വേണ്ടി നാണം കെടുന്നവർക്ക് വേണ്ടി യേശു എന്ത് ചെയ്യുന്നറിയുമ്പോൾ, കരയാതിരിക്കാൻ തക്കവണ്ണം കട്ടിയുള്ള ഹൃദയമുള്ളവനല്ല ഞാൻ. അവസാനം നമ്മൾ വായിച്ച വാക്യം, ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവസാനം എഴുതിയിരിക്കുന്ന വാക്യതാണ്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്. സ്തോത്രം. നിന്റെ വിശ്വാസം വലിയത്. എൻ്റെ അർത്ഥം എന്താ? നിന്റെ അകത്ത് ചരിത്രത്തിൽ നിന്റെ വീട്ടുകാരിൽ, നിന്റെ വെല്ലിപ്പച്ചൻ്റെ കാലം മുതൽ നിന്റെ വീട്ടുകാർ ഉപദേശിയായിരുന്നിരിക്കും, മധുബായിൽ ശുശ്രൂഷിച്ചവരായിരുന്നിരിക്കും, ചിലപ്പോൾ സുവിശേഷ വേലക്കാരായിരിക്കും. എന്നാൽ ആരുടെ അകത്തില്ലാത്ത ഏതോ വിശ്വാസം നിന്റെ അകത്ത് ദൈവം കണ്ടു. അത് പുറത്തു വരുന്നത് വരെ നിന്നെ ഇരുമ്പിട്ട് പഴിപ്പിക്കുന്നത് പോലെ, തീക്കകത്ത്, കൊല്ലന്റെ ആലക്കകത്ത്, തട്ടാന്റെ ശത്രുമിത്തീക്കകത്ത് സ്വർണം പഴിപ്പിക്കുന്നത് പോലെ നിന്റെ അകത്ത്, നിന്റെ ജാതിയിൽ ആർക്കുമില്ലാത്ത, നിന്റെ കുടുംബത്തിൽ ആർക്കുമില്ലാത്ത, നിന്റെ വീട്ടുകാരിൽ ആർക്കുമില്ലാത്ത അസാധാരണ വിശ്വാസം, ഇസ്രായേൽ ഗ്രഹത്തിൽ ആർക്കുമില്ലാത്ത വിശ്വാസം നിന്റെ അകത്തുള്ളത് സ്വർഗം കണ്ടു. ഹല്ലേലൂയ. നീ ഇങ്ങ് വന്ന വഴി നിനക്ക് വിടുതൽ തന്നായിരുന്നെങ്കിൽ ഈ വിശ്വാസം പുറത്തു വരില്ലായിരുന്നു, ഇത് പുറത്തു വരില്ലായിരുന്നു. ഇവിടെ വില നിന്റെ കണ്ണീരിനല്ല,
ഇവിടെ വില നിന്റെ ചെരുപ്പ് തേഞ്ഞതിനല്ല, ഇവിടെ വില നീ ടാക്സി കൂലി കൊടുത്തതിനല്ല, ഇവിടെ വില നിന്റെ വിശ്വാസത്തിനാണ്. വിശ്വാസത്തിന്റെ പരിശോധന പൊന്നിനേക്കാൾ വലുതാണ്. ആ വിശ്വാസം, ആ വിലയേറിയ വിശ്വാസം, ആ അതിവിശുദ്ധ വിശ്വാസം, ഇത്ര വലിയ വിശ്വാസം, ഹല്ലേലൂയ, അത് പുറത്തു വരാൻ നിങ്ങൾ എന്നോട് പണങ്ങുമെന്നറിയില്ല, ഓൺലൈൻകാർ ആരെങ്കിലും അത് മാത്രം കട്ട് ചെയ്തിട്ട് എന്നെ ക്രൂശിക്കുമെന്നറിയില്ല. എങ്കിലും ഞാൻ എന്നോട് കർത്താവ് പറഞ്ഞത് പറയുക. യേശു പറഞ്ഞു, ഞാൻ ക്രൂരനൊന്നും അല്ലടാ, ഞാൻ അഭിനയിച്ചതല്ലേ. എത്രയോ പ്രാവശ്യം യേശു എമ്മൗസിലേക്ക് പോയി ശിഷ്യന്മാരുടെ മുമ്പിൽ യേശു അഭിനയിച്ചില്ലേ? സ്തോത്രം. എത്രയോ പ്രാവശ്യം. ഞാൻ ക്രൂരനൊന്നുമല്ല. ഈ വിശ്വാസം പുറത്തു വരാൻ ഞാൻ അഭിനയിച്ചതാണ്. എനിക്കിനി മറഞ്ഞിരിക്കാൻ കഴിയില്ല, എനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇത് വായിച്ചു നിർത്തുമ്പോൾ ഞാൻ പണ്ട് മിസ്രയീമിൽ ഫറവോന്റെ 2ാം രഥത്തിൽ കയറി 2ാം സിംഹാസനത്തിൽ അധികാരിയായിരിക്കുന്ന യോസേപ്പിനെ ഓർത്തുപോയി. യോസേപ്പിനെ കുറിച്ച് ഉൽപ്പത്തിയിൽ എഴുതിയിട്ടുണ്ട്. സഹോദരന്മാരെയൊക്കെ നിരനിരയായിട്ട് ഇരുത്തുന്നവരെയും യോസേപ്പ് അഭിനയിച്ചു. വായിച്ചിട്ടില്ലേ നിങ്ങൾ? അഭിനയിച്ചു. യേശുവിനെ കുറിച്ചല്ല അറിയാത്തേ ഉള്ളൂ, യോസേപ്പിനെ കുറിച്ച് അറിയാലോ. നമ്മുടെ പ്രശ്നം അതാണ്, യേശുവിനെ കുറിച്ച് അറിയില്ല. യോസേപ്പിനെ കുറിച്ച് ഇപ്പം ഞാൻ പ്രസംഗിക്കാം, പാസ് നിർത്താൻ പറയും, കാരണം അത് നമുക്കറിയാം. അപ്പം നമുക്കറിയാലോ യോസേപ്പിനെ. നിങ്ങൾക്കറിയാം, യോസേപ്പ് അഭിനയിക്കുക. ഓരോരുത്തരെ, ചേട്ടൻ മുതൽ അനിയൻ വരെ ഓരോരുത്തർ. അപ്പോൾ അവർ പറഞ്ഞു കേട്ടോ, ഇത്ര കൃത്യമായിട്ട് ഇരുത്തിയല്ലോ. ലാസ്റ്റ് ഇരുത്തിക്കഴിഞ്ഞ് ഓരോരുത്തരുടെ കാര്യങ്ങൾ ചോദിച്ചു. ബെന്യാമിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നപ്പോൾ യോസേപ്പ് പറയുന്നു, ഇനി എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. പെട്ടെന്ന് യോസേപ്പിൻ്റെ മുഖം ചുമന്നു, മുഖം മാറി. അവൻ കരയാൻ വേണ്ടി ഒരു സ്ഥലം തപ്പി നടന്നു. ഒരറയിൽ പോയി കിടന്ന് മുഖം പൊത്തി കരഞ്ഞു. തിരിച്ചു വന്നിട്ട് ചേട്ടൻ മുതൽ അനിയൻ വരെ ഓരോരുത്തരെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരനാ ഞാൻ. സ്വർഗം എന്നോട് പറഞ്ഞു നിർത്താൻ പറയുന്നു, നീ അധികം പ്രസംഗിക്കണ്ടെന്ന് പറയുന്നു. സ്തോത്രം. ഇനി യേശുവിന് അഭിനയിക്കാൻ പറ്റില്ല, ഇനി യോസേപ്പിന് അഭിനയിക്കാൻ പറ്റില്ല. നിന്റെ പിടി വിട്ടുപോകുക. നിന്റെ കണ്ണീര് കണ്ട്, നിന്റെ കരച്ചിൽ കണ്ട്, നിന്റെ നൊമ്പരം കണ്ട്, നിന്റെ കാൽക്കലുള്ള വീഴ്ച കണ്ട്, നിന്റെ ഉപവാസം കണ്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പൊക്കോളാൻ പറഞ്ഞ നാണം കെടുത്തിയിട്ടും പോകാതെ പിന്നെയും നീ ചരഞ്ഞ് നിന്ന് കരയെന്ന് കണ്ടിട്ട് യേശുവിന് ഇനി മറഞ്ഞിരിക്കാൻ കഴിയില്ല. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇത് വിശ്വസിച്ചുകൊണ്ട് പോകും. ഇനി കർത്താവിന് മറഞ്ഞിരിക്കാൻ പറ്റില്ല. എൻ്റെ മുമ്പിൽ, എൻ്റെ വിഷയത്തിൻ്റെ മുമ്പിൽ, എൻ്റെ കുഞ്ഞിൻ്റെ മുമ്പിൽ യേശു പറഞ്ഞു, പൊക്കോ, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് നടക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്ര കാഴ്ചയും ദശാംശമൊക്കെ ആയിട്ട് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ കർത്താവിന് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാം എടുത്ത് കൈ പിടിച്ച് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിൽക്കാം. ഇന്നിവിടെ വന്ന എല്ലാവരോടും പറയുന്നു, നീ തീവ്രമായ വേദന എന്നാണ് വന്നത്. ഞാൻ തമാശ പറഞ്ഞു വിടുവല്ല, ഞാൻ കരഞ്ഞുകൊണ്ട് അത് പറയുന്നേ. നിന്നെ കർത്താവ് മറന്നതല്ല, ഉപേക്ഷിച്ചതല്ല. നിൻ്റെ ഏറ്റവും വലിയ വിശ്വാസം പുറത്തു വരാൻ ഞാനൊന്ന് മറഞ്ഞിരുന്നേ ഉള്ളൂ. ഇനി എനിക്ക് മറഞ്ഞിരിക്കാൻ പറ്റില്ല. കർത്താവ് ഇത് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു പാട്ട് പാടും. ആ സമയത്ത് സ്തോത്ര കാഴ്ച പാത്രത്തിൽ അർപ്പിക്കുക. ദശാംശം കർത്താവിന് വേണ്ടി കൊടുക്കാൻ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അവസാനം ഇവിടെ വന്ന് കൊടുക്കുക. പ്രത്യേകിച്ച് ആദ്യമായി വന്ന പ്രിയപ്പെട്ടവർ, പ്രാർത്ഥന ആവശ്യമുള്ളവർ, ഇന്ന് കേട്ട ദൈവിക ദൂതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ കർത്തദാസന്മാർ ഞങ്ങളെല്ലാവരും ഉണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകാവൂന്ന് ഓർപ്പിക്കുന്നു. വെള്ളിയാഴ്ച തോറും ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നടക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ ഇന്ന് കേട്ടതുപോലെ ദൈവസന്നിധിയിലേക്ക് വരിക. തടസ്സങ്ങളെ കാണാതിരിക്കുക. ദൈവം പ്രവർത്തിക്കും. കർത്തൃസന്നിധിയിൽ ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാം. ആ സ്തോത്ര കാഴ്ചയ്ക്കും ദശാംശത്തിന് ഈ ദൂതിനൊക്കെ വേണ്ടി. പരിശുദ്ധ ദൈവമേ, കണ്ണീരോടെ കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ തന്ന ദൂത്, ഇവിടെ ഇന്ന് ആരൊക്കെ വരുമെന്ന് രാവിലെ വരെ എനിക്കറിയില്ലായിരുന്നപ്പോൾ ദൈവം പറഞ്ഞു, ഇതുപോലത്തെ കുറേ അമ്മമാരിന്ന് വരും, കുറേ അപ്പന്മാരിന്ന് വരും.
ആർക്കൊക്കെയോ വേണ്ടി നാണം കെട്ട് കരഞ്ഞു നടക്കുന്നവർ, അവരെ ഞാൻ മറന്നിട്ടില്ലെന്ന് പറയാൻ, അവരുടെ മുമ്പിൽ എനിക്ക് മറഞ്ഞിരിക്കാൻ കഴിയില്ലെന്ന് പറയാൻ കർത്താവ് പറഞ്ഞ ദൂതനായി എൻ്റെ കഴിവിൻ്റെ പരമാവധി കണ്ണീരോടെ ഞാൻ അങ്ങയുടെ സഭയ്ക്കകത്ത് വിതച്ചിട്ടുണ്ട്. ഇത് ഈ കുടുംബങ്ങളിൽ ഫലിക്കട്ടെ. ദൈവം മറുപടി തരട്ടെ. മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, കൃപയിൽ താങ്ങണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളുടെ കയ്യിലിരിക്കുന്ന ദശാംശവും സ്തോത്രകാഴ്ച എല്ലാം അങ്ങയുടെ കയ്യിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. 100 മടങ്ങ് പ്രതിഫലം കൊടുക്കണം, അനുഗ്രഹത്താൽ നിറയ്ക്കണം. സഭായോഗം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നത് ഭയങ്കര സന്തോഷത്തോടായിരിക്കണം. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. അങ്ങയുടെ സന്നിധി കിട്ടുന്ന സന്തോഷം ഇവർക്ക് വേറെ എങ്ങൊന്നും കിട്ടരുത്.